ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചിനാണ് കേട്ടോ. അപ്പൊ സച്ചി ആഹാരം ഒന്നും കഴിച്ചില്ല തന്റെ അച്ഛനെന്ന് അറിഞ്ഞിട്ട് സച്ചി ഇറങ്ങി വരികയാണ്. അപ്പം രാവിലെ മുതൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ലോക്കപ്പിൽ വിട്ടു രവീന്ദ്രനെ. അപ്പൊ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗമൊക്കെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതി അവിടെ നിപ്പുണ്ട്. ആഹാരം മേടിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ രേവതിനെ കാണുന്നതും നമ്മുടെ സച്ചി രണ്ട് വർത്താനം മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്കിനി ഇവിടെ എന്താണ് കാര്യം? നിനക്ക് പൊക്കൂടെ? ഇനിയും എൻ്റെ അച്ഛൻ്റെ കണ്ണുനീര് കാണാനാണോ നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ ഇട്ടു നമ്മുടെ സച്ചി. രേവതി അത് കേട്ടിട്ട് കരയുകയും ചെയ്തു. ഏതായാലും ചന്ദ്ര പുറകെ ഉണ്ടായിരുന്നു. ചന്ദ്രയും വായി തോന്നുന്നതൊക്കെ ഇടയ്ക്ക് മുട്ടിനും ഒക്കെ വന്ന് നമ്മുടെ രേവതിനെ പറയുന്നുണ്ട്. എങ്കിലും ഇനി ഇപ്പൊ തന്നെ വെട്ടിക്കൊന്നാലും താൻ അവിടെ നിന്ന് പോവില്ല എന്ന ഉറച്ച മട്ടിൽ തന്നെയാണ് രേവതി അവിടെ നിൽക്കുന്നത്. രേവതിക്ക് അങ്ങനെ പോകാനും കഴിയില്ല. അങ്ങനെ നമ്മുടെ സച്ചി ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് കോൺസ്റ്റബിൾ പറഞ്ഞത്, ഈ ആഹാരം ഒന്നും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റത്തില്ല. ലോക്കപ്പിൽ കിടക്കുന്ന ആൾക്ക് നിങ്ങൾ ആഹാരം മേടിച്ചു കൊടുക്കുന്നത് അത് ശരിയല്ല. CI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയാണ് വഴക്ക് പറയുന്നത്. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ ആഹാരം കൊടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ ആ ആഹാരം കൊണ്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ കയറി ഇടപെട്ടു കേട്ടോ. ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആഹാരം കൊടുക്കാൻ പറ്റില്ലെന്നോ? സാധാരണ ലോക്കപ്പിൽ കിടക്കുന്ന ഒരാൾക്ക്, അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഈ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നിങ്ങൾ ആഹാരം മേടിച്ചു കൊടുക്കേണ്ടതല്ലേ? നിങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. അത് തന്നെ വലിയ തെറ്റാ. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആഹാരം കൊടുത്തുകൂടാന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിയുടെ ഈ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർക്ക് മനസ്സിലായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഇവരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് തന്നെയാണ് കുറ്റം. കാരണം അങ്ങനെ ലോക്കപ്പിൽ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെള്ളവും ആഹാരവും ഒക്കെ കൊടുക്കേണ്ടതും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ നോക്കേണ്ടതും പോലീസുകാർ തന്നെയാണ്. അങ്ങനെ ആ പോലീസുകാരൻ സമ്മതിച്ചു. എന്നാൽ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, പെട്ടെന്ന് CI വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. സച്ചി പതി അവിടെ പോയി നമ്മുടെ രവീന്ദ്രന് ആഹാരം ഇങ്ങനെ വെച്ച് നീട്ടിപ്പോൾ രവീന്ദ്രൻ തലകുലുക്കി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എങ്കിലേ ഞാൻ വാരി തരാച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വാരി കൊടുത്തു. വാരി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞു വേണ്ടാന്ന് കേട്ടോ. പിന്നെ പറഞ്ഞു ഒന്നും കൂടെ വേണ്ടെന്ന്. പിന്നെ നമ്മുടെ സച്ചി നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് എന്താ ചെയ്തത്? രവീന്ദ്രൻ ഒരു ഒറ്റ തട്ട് തട്ടി. ഇത് കണ്ടതും ചന്ദ്രയ്ക്ക് സഹിച്ചില്ല കേട്ടോ. ചന്ദ്ര പറയാ, എന്താ രവിയേട്ട കാണിക്കുന്നത്? രവിയേട്ട എന്തെങ്കിലും ഒന്ന് കഴിക്കും രവിയേട്ട. രവിയേട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോലും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല രവിയേട്ട, പ്ലീസ് രവിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കരയാനും തുടങ്ങി. രേവതി ഇത് വെളിയിൽ നിന്ന് കണ്ടിട്ട് രേവതി ആണെങ്കിൽ ഭയങ്കര കരച്ചില്. രേവതിയും കൂടെ ഇതിനൊരു കാരണമാണല്ലോ. എന്താ പറയുക, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അറിയാതെ നമ്മുടെ രേവതി ഇതിനൊരു കാരണമായി തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലോട് കരച്ചില്. രേവതി സഹിക്കാൻ പറ്റുന്നില്ല, രേവതിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നുമില്ല. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അച്ഛ എന്താ അച്ഛ ഈ കാണിച്ചത്? ആഹാരം കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ആരോഗ്യനില വഷളാവില്ലേ? അച്ഛ ഇത് ശരിയല്ല അച്ഛ. അച്ഛ ആഹാരം കഴിക്കുക. എനിക്ക് വേണ്ട. അച്ഛന് ഒരു കുപ്പി വെള്ളമെങ്കിലും കുടിക്കുക. ഇന്ന എൻ്റെ സമാധാനത്തിന്, ഈ സച്ചിയുടെ സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് അച്ഛ ഒരു കുപ്പി വെള്ളമെങ്കിലും കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കുപ്പി വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ 2 കവള് കുടിച്ചിട്ട് അതേപടി കൊടുത്തു. ഏതായാലും അത് കഴിഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ വീണ്ടും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം രാത്രിയായിട്ടോ. നേരം രാത്രിയായി. നമ്മുടെ വർഷയും ശ്രീകാന്തും ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന് എന്ത് ചെയ്താൽ ഉറക്കം വരുന്നില്ല. അങ്ങോട്ട് മറിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നു, ഓണാക്കണോ ഓണാക്കണ്ടയോ, ഓണാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പം പ്രശ്നമാകുമോ, വർഷ അറിയുമോ, വർഷ പ്രശ്നം ഉണ്ടാക്കുമോ, ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു കൂസലും ഇല്ലാതെ ഉറക്കുന്ന ഒരാൾ വർഷയാണ്. ഇത്രയും അധികം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് നടക്കുമെന്നറിയാം. എന്നിട്ട് പോലും ഭയങ്കര സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുക. ശരിയാണ്, ഒരു പെണ്ണിന്റെ വിവാഹം, അതും ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പം ആ ഒരു സന്തോഷമാണ് വർഷയ്ക്ക്. എങ്കിൽ പോലും നമ്മുടെ മനസ്സമാധാനം കിട്ടില്ലല്ലോ. പക്ഷെ വർഷയ്ക്ക് അതൊന്നും കാര്യമല്ല. വർഷയ്ക്ക് സ്വന്തം കാര്യം സിന്താബ. അങ്ങനെ ഒരു നിലപാടാണ് നമ്മുടെ വർഷയ്ക്ക്. വർഷ പോത്തുപോലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. എങ്കിൽ പിന്നെ ശ്രീകാന്ത് വിചാരിച്ചു, ഫോണൊന്ന് ഓണാക്കി നോക്കിയാലോ, ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഈ പാതിരാത്രി ഏതായാലും എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ ആരും വിളിക്കാനും പോകുന്നില്ല. അപ്പം പിന്നെ ഫോണൊന്ന് ഓണാക്കി നോക്കാല്ലേ എന്നും പറഞ്ഞ് പതുക്കെ കട്ടിൽ നിന്നൊക്കെ എണീറ്റിട്ട് ഫോൺ ഓണാക്കിയതേയും കൂണു കൂണാ മെസ്സേജ് ഇങ്ങ് വരികയാണ്.
അതും രേവതിയുടെ മെസ്സേജ്. ചങ്ക് തകർന്നു പോയില്ലേ നമ്മുടെ ശ്രീകാന്തിന്റെ. രേവതി ആണെങ്കിൽ എന്ത് ചതിയാ ശ്രീകാന്തെ നീ കാണിച്ചത്. നീ കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നമാണെന്ന് അറിയാമോ? എവിടെയാണെങ്കിലും നീ ഇപ്പൊ തന്നെ വരണം. എന്താ നീ ഫോൺ എടുക്കാത്തത്? എന്താടാ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നീ ചതിക്കായിരുന്നല്ലട, ചതിയാ, വഞ്ചക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ്. ഇത് കണ്ടതും എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലായി. ശ്രീകാന്ത് എന്ത് ചെയ്തു? നേരെ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ കേട്ടോ. നേരെ ഫോൺ എടുത്തിട്ട് നമ്മുടെ രേവതിനെ വിളിച്ചു. രേവതി ഉറങ്ങുകയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയായിരുന്നു കേട്ടോ. വെളിയിലാ രേവതി ഉള്ളത്, പോലീസ് സ്റ്റേഷനകത്തൊന്നും അല്ല. വെളിയിൽ അവിടെ എങ്ങാണ്ട് ഏതോ ഒരു വരാന്തയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറങ്ങിയ രേവതി റിങ് ചെയ്ത് കേട്ടൊന്ന് ചാടി അങ്ങ് എണീറ്റു കേട്ടോ. ചാടി അങ്ങ് എണീറ്റിട്ട് നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്ത് ഞെട്ടിപ്പോയില്ലേ. സ്വപ്നമാണോ എന്ന് ചിലപ്പോൾ രേവതി ഓർത്തുകയാണ്. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സത്യമാണോ അതോ സ്വപ്നമാണോ എന്നൊക്കെ ഓർക്കൂല. അങ്ങനെ പെട്ടെന്ന് രേവതി ഫോൺ എടുത്തിട്ട് എടാ ശ്രീകാന്ത് നീ എവിടെയാടാന്ന് ചോദിച്ചു. അത് പിന്നെ എടുത്തി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമുണ്ടോന്നോ? ഇവിടെ പ്രശ്നം മാത്രമേ ഉള്ളടാ ശ്രീകാന്തെ. നീ വരുന്ന ഞാൻ ഓർത്തത്. നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? വേണ്ട, എന്നോടല്ല, നിന്റെ അച്ഛനോട് എന്തിനാടാ നീ ഈ ചതി ചെയ്തത്? അറിയാമോ, നിന്റെ അച്ഛൻ ഇപ്പം ലോക്കപ്പിലാ ഉള്ളത്. ലോക്കപ്പില് നീ കാരണം നിന്റെ അച്ഛൻ ഇപ്പം ലോക്കപ്പിലാണ്. ഇത് കേട്ടതും എന്താ എടുത്തി പറയുന്നത്? ആര്? അച്ഛനോ? ആ, അച്ഛൻ ലോക്കപ്പിലാടാ ഉള്ളത്. നീ വരാതെ അച്ഛനെ ലോക്കപ്പിൽ നിന്ന് റിലീസ് ചെയ്യില്ലെന്നാ പോലീസുകാരൊക്കെ പറയുന്നത്. ഇവിടെ വലിയ പ്രശ്നമായി. ഇവിടെ എന്നെ സച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. അദ്ദേഹത്തിന് വന്നൊന്ന് ഇറക്കടാ. നീ എന്താടാ മനസാക്ഷി ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നെന്ന് ചോദിച്ചപ്പം എടുത്തി ഫോൺ വെച്ച് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ സ്ഥലമൊക്കെ ചോദിച്ചിട്ടാട്ടോ ഫോൺ വെച്ചത്. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് വർഷേനെ കുലുക്കി വിളിക്കുക. വർഷ എണീക്ക് വർഷ എന്ന് പറഞ്ഞു. വർഷയാണെങ്കിൽ എന്താ ശ്രീകാന്ത്, എനിക്ക് രാവിലെ മുതൽ ക്ഷീണമാ ശ്രീകാന്തെ, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. നിനക്ക് എന്താ ഉറക്കമില്ലാത്തത് ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പം ഉറങ്ങാൻ പറ്റിയ സമയമാണല്ലോ. വർഷ എണീക്ക്, ബാ നമുക്ക് പോകാം. ഈ നട്ടപ്പാതിരിക്ക് എവിടെ പോകാനാ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിലെ കാര്യം ഒന്നും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, കിടന്നുറങ്ങാന്. നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ പോകാമല്ലോ. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്റെ പൊന്നു വർഷം, നീ വരാനാ പറഞ്ഞത്. നീ വന്നില്ലേ ഞാനിപ്പോ പോകുന്നു പറഞ്ഞു. എന്താ ശ്രീകാന്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ പ്രശ്നമുണ്ട്. എന്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടേക്കുക. നിന്റെ അച്ഛനെ പരാതി കൊടുത്തിട്ട് എന്റെ അച്ഛൻ ഇപ്പം പോലീസ് സ്റ്റേഷൻ കിടക്കുക. നമ്മൾ ചെല്ലാതെ അച്ഛനെ അവിടെ നിന്ന് ആരും ഇറക്കില്ല. അച്ഛൻ ലോക്കപ്പിലാ ഉള്ളതെന്ന് പറഞ്ഞു. ലോക്കപ്പിലോ? അതാ ഞാൻ പറഞ്ഞത് വർഷ, ബാ നമുക്ക് പോകാം. ഇനി സമയം കളയാൻ ഇവിടെ സമയമില്ല. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോകണം. ഞാൻ ചെന്നാലേ എന്റെ അച്ഛനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കത്തുള്ളൂ. ഇതുവരെ പോലീസ് സ്റ്റേഷന് മുറ്റത്ത് പോലും എന്റെ അച്ഛൻ വെറുതെ പോലും ഒരു പരാതി പോലും കൊടുക്കാൻ പോയിട്ടില്ല. എന്നിട്ട് ഇപ്പം ഞാൻ കാരണം എന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനില്ല. എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞു. ഈ സമയത്ത് വർഷം എങ്കിൽ വാ പോകാന്ന് പറഞ്ഞ് ഇവര് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങുന്ന ഈ ഒരു സമയമാണ്. ഈ സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നമ്മുടെ സച്ചി നിൽക്കുന്നുണ്ട്. ശ്രീകാന്ത് അല്ല, സോറി, ശ്രുതി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്ര നിൽക്കുന്നുണ്ട്. ഒരുപോലെ കണ്ണുപോലും അടച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ സച്ചി പറയാ, അമ്മ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. ശ്രുതിയും വീട്ടിലേക്ക് പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ രാവിലെ അച്ഛനെയും കൂട്ടി എങ്ങനെയെങ്കിലും വരാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ പോവില്ല. എനിക്ക് അദ്ദേഹം ഇല്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അദ്ദേഹമില്ലാതെ ഞാൻ എങ്ങനെയാ വീട്ടിൽ പോകുന്നത്? അദ്ദേഹമില്ലാതെ എങ്ങനെ എനിക്ക് സമാധാനത്തോടു കൂടി കണ്ണടയ്ക്കാൻ പറ്റും? ഏതു നേരവും ഞങ്ങൾ വഴക്കും പടയും ഒക്കെയാണ്. എങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പം അദ്ദേഹത്തെ എനിക്കിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ദൈവത്തെ പോലെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും, വായിട്ടലയ്ക്കുമെങ്കിലും എൻ്റെ മനസ്സിലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇല്ലാതെ എനിക്ക് ആ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, ഇല്ല സച്ചി, ഞങ്ങളിവിടെ നിന്നോളാം. അച്ഛനില്ലാതെ ആ വീട്ടിലേക്ക് ഞങ്ങൾ എങ്ങനെയാ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ രേവതി അവിടെ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ രേവതി അവിടെ നിൽക്കുന്ന ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ, രേവതി ശ്രീകാന്തുമായിട്ട്. അപ്പം പെട്ടെന്ന് പോലീസുകാരൻ വന്നു, അതായത് CI വന്നു. CI വന്നിട്ട് ഇതെന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, വല്ല പരാതിയും തരാൻ വന്നാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല, ഞങ്ങള് രവീന്ദ്രന്റെ ഭാര്യയെ ഞാൻ, ഇത് മക്കളാ എന്ന് പറഞ്ഞപ്പം, രവീന്ദ്രന്റെയോ? നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഈ നട്ടപ്പാതിരക്ക് ഇവിടെ വന്നിരുന്നിട്ട് എന്ത് കാണിക്കാനാ? ഏതായാലും ഇപ്പൊ അയാളെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. നാളെ ഇനിയിപ്പോ നിങ്ങൾ കോടതിയിലേക്ക് വന്നാൽ മതി. അതിനുള്ളിൽ തന്റെ അനിയൻ വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ എല്ലാം ഇവിടുന്ന് പൊക്കോ, ചുമ്മാ കാറി കൂവി ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ രേവതി ഓടി വരുന്നത്. അപ്പൊ രേവതിനെ ശ്രീകാന്ത് വിളിച്ചല്ലോ. അപ്പം നമ്മുടെ രേവതി ചങ്കും തല്ലി ഓടി വരികയാണ് കേട്ടോ. അയ്യോ സാറേ, എൻ്റെ അച്ഛനെ ഇറക്കി വിട് സാറേ, ഇപ്പം വരും, ശ്രീകാന്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്.
ശ്രീകാന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നെന്നോ? അപ്പം കുട്ടീനെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നോ? അതെ സാർ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ വരും. ഇപ്പൊ തന്നെ വന്നാൽ അച്ഛനെ വിടില്ല സാറേ. എന്റെ അച്ഛനെ ലോകപ്പിൽ നിന്ന് ഇറക്ക്. അദ്ദേഹം നിരപരാധിയാ സാറേ, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞപ്പം നിക്ക് ലോകപ്പിൽ നിന്നൊക്കെ ഇറക്കാം, ആദ്യം അവരിങ്ങോട്ട് വരട്ടേടോ, എന്നിട്ട് ലോകപ്പിൽ നിന്ന് ഇറക്കുകയോ റിലീസ് ചെയ്ത് കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്യാം. ഏതായാലും ഇങ്ങോട്ട് വരട്ടെ, വന്നു കഴിഞ്ഞുള്ള കാര്യമല്ലേ. അതെ, താനൊരു കാര്യം ചെയ്യുക, താന് പെട്ടെന്ന് ആ പെണ്ണിന്റെ അമ്മയോടും അച്ഛനോടും വിളിച്ചു പറയാൻ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു. അതേപടി കോൺസ്റ്റബിൾ നേരെ വിളിക്കുകയാണ് വർഷയുടെ അച്ഛനെയും അമ്മേനെ. അങ്ങനെ വർഷയുടെ അച്ഛനെ അമ്മേനെ വിളിച്ചു. അപ്പം ചോദിക്കുകയാണ്, വർഷയുടെ അച്ഛനാണ് കോൾ എടുത്തത്, എന്താ സാറിന് ചോദിക്കുമ്പം അത് പിന്നെ പെട്ടെന്ന് വരെ ഈ പോലീസ് സ്റ്റേഷനിലൊന്ന് വരണം, തൻ്റെ മകളെയും മരുമകനെയും, അതായത് മരുമകൻ എന്നല്ലാട്ടോ പറയുന്നത്, ആ പയ്യനെയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഇവർ പിന്നെ ചെല്ലാതിരിക്കുവോ? ഇവർ കേൾക്കാത്ത പാതി ഇവർ ഒരുങ്ങാണ് കേട്ടോ അവിടെ കിടന്ന്. ഇതിനിടയിലാകട്ടെ നമ്മുടെ പോലീസുകാരൻ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും അവൻ വന്നാലും വന്നില്ലെങ്കിലും നാളെ ഉറപ്പായിട്ടും കോടതി കൊണ്ടുപോകും, അതിന് യാതൊരു മാറ്റമില്ല. ഇനി അവൻ വന്നിട്ടാണ് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് നിലവിളിച്ചുകൊണ്ട് ഓടിക്കേറി വരിക. ബൈക്ക് വന്ന് നിർത്തി നേരെ ഓടിക്കേറി അച്ഛാന്ന് വിളിച്ചുകൊണ്ട് വരികയും നമ്മുടെ സച്ചി നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്തിനെ കണ്ടില്ലേ, പിന്നെ പറയാനുണ്ടോ, കൊടുത്ത് അവട്ടയും ഇവട്ടയും കയ്യിലും. എന്താ പറയുക, നമ്മുടെ സച്ചിക്ക് ആ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ സച്ചി ചെയ്തു. പക്ഷെ ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, വിടുന്നുണ്ടോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്, അതിന് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷം അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അയ്യേ ഇതെന്താ കാണിക്കുന്നത്, തന്നോട് പറഞ്ഞല്ലേ ഇവിടെ കയ്യാങ്കളിയൊന്നും പറ്റത്തില്ലെന്ന്, ഇവിടെ ഞങ്ങൾ എന്തിനാ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്, ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തോളാം, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, താനിപ്പോൾ അവനെ വിടാൻ പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിൽ വിട്ടു കേട്ടോ. ഒരു തരത്തിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നില്ലേ. ചന്ദ്ര വന്നിട്ട്, എന്തിനാടാ നീ ഈ ചതി ചെയ്തത്, ഞങ്ങളോട് എന്തിനീ ചതി നീ ചെയ്തു, എടാ നിന്നെ സ്നേഹിച്ചു, നിങ്ങളെ വിശ്വസിച്ചു, അല്ലാതെ എന്ത് തെറ്റാടാ നിന്റെ അച്ഛൻ നിന്നോട് ചെയ്തത്, കണ്ടില്ലടാ ലോക്കപ്പിൽ കിടക്കുന്നത്, നീ കാരണം ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലോ നിനക്ക്, നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേടാ, ദേ എന്തിനാടാ എന്നിട്ട് നീ എന്നോട് ഈ ക്രൂരത കാണിച്ചത്. അപ്പൊ ശ്രുതി വന്നിട്ട് പറഞ്ഞു, അല്ല ശ്രീകാന്തെ, നീ എന്തിനാ ശ്രീകാന്തെ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വീട്ടിൽ പറയത്തില്ലായിരുന്നോ, വീട്ടിൽ പറയുമായിരുന്നെങ്കിൽ നിന്നെ ഈ ഒരു വിവാഹം എങ്ങനെയെങ്കിലും നമുക്ക് നടത്താമായിരുന്നല്ലോ, പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ശ്രീകാന്തിന് മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ശ്രീകാന്ത് അപ്പം നേരെ നമ്മുടെ രവീന്ദ്രനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്ര വീണ്ടും പറഞ്ഞു, എനിക്കറിയാടാ നിന്നെ മാറ്റിയതേ ഈ നിൽക്കുന്നവളല്ലേ, ഇവള് വീട്ടിലെന്ന് കയറിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ വീട്ടിന്റെ സമാധാനം, നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തു മാറ്റിയത് ഇവളായിരിക്കും, എന്നിട്ട് ഇവളായിരിക്കും നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി രാവിലെ കൂട്ടിക്കൊണ്ട് പോയത്. രണ്ടിൻ്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, എന്തിനാടാ അവളുടെ കൂടെ കൂടി നീ ഇങ്ങനെ ചെയ്തത്. അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞു, ദേ ഏടത്തി ഒന്നും ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞാൽ ഏടത്തിനെ ഞങ്ങൾ പെടുത്തുക ചെയ്തത്, ഞാൻ വിവാഹമാണെന്നും പറഞ്ഞല്ല ഏടത്തിനെ കൂട്ടിക്കൊണ്ട് പോയത്, മിണ്ടണ്ട, നീ ഒരു അക്ഷരം മിണ്ടണ്ടെന്ന് പറഞ്ഞു. സച്ചിക്കാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന പോലെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല സച്ചിക്ക്. പോലീസ് സ്റ്റേഷനായും പോയി. ഈ സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയും വന്നില്ലേ. വർഷയുടെ അച്ഛനും അമ്മയും വന്നതും വർഷക്കിട്ട് ഓർഡം കൊടുത്തു വർഷയുടെ അമ്മ, നീ എന്ത് പണിയാടി കാണിച്ചത്, കഷ്ടപ്പെട്ടിട്ട് നിന്നെ വളർത്തിയത് ഇതിനായിരുന്നോ, നീ ചോദിക്കുന്നതെല്ലാം മേടിച്ചു തന്ന് നിന്നെ ലാളിച്ച് വളർത്തിയത് ഇതിനായിരുന്നോ, ഒരേ ഒരു മകളല്ലേ ഉണ്ടായിരുന്നുള്ളടി, നിന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയല്ലേടി വേറൊരു മക്കളെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നത്, എന്നിട്ട് നീ എന്ത് ക്രൂരതയാടി കാണിച്ചത്, വഞ്ചകി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും തുടങ്ങിയിട്ട്. അപ്പം പോലീസ് കയറി പെട്ടെന്ന് പിടിച്ചു. പറഞ്ഞു കയ്യാങ്കളിയൊന്നും പറ്റത്തില്ലെന്ന് പോലീസ് വർഷയുടെ അമ്മയോടും പറഞ്ഞു. അപ്പം തന്നെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഇവനെ പിടിച്ച് ലോക്കപ്പിലിട് സാറേ, ഇനി എന്തിനാ താമസിക്കുന്നത്, ഇവനെയും കൂടെ കയറ്റി ലോക്കപ്പിൽ അടയ്ക്ക്, എന്നിട്ട് രണ്ടിനെ നാളെ കോടതി കൊണ്ടുപോയി ജയിലിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ പോലീസുകാരൻ പറഞ്ഞു, ഏതായാലും ലോക്കപ്പിൽ കയറിക്കോളാൻ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നത്. വർഷ ചോദിക്കുക, അല്ല എന്തിനാ സാറേ ലോക്കപ്പിൽ കയറ്റണത്, അതെ ഇപ്പം എൻ്റെ ഭർത്താവ് അതേ ഈ നിൽക്കുന്നത്, ഒരിക്കലും എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടൊന്നും പോയതല്ല, ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം പോയി വിവാഹം കഴിച്ചു. ഇവർ വീട്ടിൽ എന്നെ നിർബന്ധിച്ചൊരു വിവാഹം നടത്തിപ്പിക്കാൻ നോക്കി, അത് ശരിയാണോ സാറേ, നമുക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, അല്ല ഇത് നിങ്ങളുടെ നിയമത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടമുള്ള പുരുഷന് ഇഷ്ടമുള്ള സ്ത്രീയെയും ഇഷ്ടമുള്ള സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനെയും വിവാഹം കഴിക്കാമെന്ന്, അപ്പൊ പിന്നെ ഇതെങ്ങനെ കുറ്റമാകും, ഇത് കുറ്റമാവില്ലല്ലോ സാറേ, ദേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ, അതുകൊണ്ട് ഇവരുടെ കൂടെയല്ല പോകാൻ പോകുന്നത്, ഈ നിൽക്കുന്ന ശ്രീകാന്തിന്റെ കൂടെയാണ്, അതുകൊണ്ട് ദേ
ശ്രീകാന്ത് ഒരു കുറ്റക്കാരനോ അല്ലെങ്കിൽ പിന്നെ ശ്രീകാന്തിനെ പിടിച്ച് ജയിലിലിടാനോ പറ്റത്തില്ല. ഇനിയിപ്പോൾ ശ്രീകാന്തിന്റെ അച്ഛനാണെങ്കിലും സാറിന് ഇപ്പം തന്നെ റിലീസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ വർഷയുടെ അച്ഛനും അമ്മയും. പിന്നെ എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇങ്ങനത്തെ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് നമുക്കിനി വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും, ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് കയറി കണ്ട് നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.